ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ടുട്ടു. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് വ്ളോഗാണ്. നമുക്കിന്ന് ചിക്കൻ ബിരിയാണിയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്. നമുക്ക് എൻ്റെ അമ്മയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിൽ പോയാലോ? കുറച്ച് ഉപ്പ്, പച്ചമുളക് ചതച്ചത്, പിന്നെ മുളക് പൊടി 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, സ്വല്പം വെളിച്ചെണ്ണ, ഗരം മസാല പൊടി കുറച്ച്, എല്ലാം കൂടി മിക്സ് ചെയ്യും. ഇങ്ങനെ പിഴിഞ്ഞ് വെച്ചു. അവൾക്ക് ഇനി വറുത്തെടുക്കാം. ഇനി വറക്കണ പരിപാടിയാണ്. ഗൈസ്, അപ്പൊ നമ്മള് ചിക്കൻ ഡീപ് ഫ്രൈ ചെയ്യാണ്. ഗൈസ്, അപ്പൊ നമ്മള് ബിരിയാണിക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ സബോള, തക്കാളി, പുതിനല, മല്ലിയില, പച്ചമുളക് ചതച്ചത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വേപ്പില, കിസ്മിസ്, നട്ട്സ്, പിന്നെ എസൻസ് ഉണ്ട്, പട്ടയുണ്ട്, പെരുജീരകം ഉണ്ട്, ഏലക്കായ ഉണ്ട്, നെയ്യുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഗൈസ്, അപ്പൊ നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കാനായിട്ട് വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒഴിക്കാം. ഗൈസ്, അപ്പൊ നമുക്ക് ബിരിയാണിക്ക് അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് എണ്ണ, നെയ്യ് ഒഴിക്കാം. നെയ്യിട്ടു, എണ്ണ ഒഴിച്ചു, പിന്നെ പെരുംജീരകം, പട്ട, കറുകപ്പട്ട, മസാല ഒക്കെ പറയാം. ഓരോന്ന് പേര് പറയണം. അമ്മ പറയണ്ടേ? അത് ശരിയും പിന്നെ ഇവിടെ ഇത് പച്ചമുളക് ഇട്ടു, കട്ടയില ഇട്ടു, കുറച്ച് മല്ലിയില ഇട്ടു, പുതിനയില, പതിനൊന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. എത്ര ഗ്ലാസ് അരിന്റെ അമ്മ? 7 ഗ്ലാസ് അരി. അരിയിട്ടു. കഴുകി വാല വെച്ച അരിയാണ്. അതിട്ടു, ഇളക്കി, വെയിറ്റ് ഇട്ട് 20 മിനിറ്റ് വയ്ക്കാം. ഫ്രൈ ചെയ്തിട്ട് അപ്പൊ നമ്മൾ നേരത്തെ മസാല ചേർത്ത് ഫ്രൈ ചെയ്ത ചിക്കൻ നമുക്ക് ഇനി കറി വയ്ക്കാം. അപ്പൊ നമ്മൾ ഒരു ഉരുളി എടുത്തേക്കാണ്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ സവോള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പൊ നമ്മള് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇടാണ്.
2 ടീസ്പൂൺ. അടുത്തതായിട്ട് നമ്മൾ പച്ചമുളക് ചതച്ച് ഇടുകയാണ് കേട്ടോ. 3 ടീസ്പൂൺ. 3 ടീസ്പൂൺ. ഗൈസ് അപ്പോൾ നമ്മൾ വേപ്പിലയും കൂടി ഇട്ടിട്ട് ഇനി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. സവാള വഴന്ന് വന്നു. ഇനി തക്കാളി ഇട്ടു. അത് വഴണ ചിക്കൻ പീസസ് ഇടാം. ഗൈസ് അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ നമ്മൾ ചിക്കൻ അതിൽ ആഡ് ചെയ്തേക്കാണ് കേട്ടോ. എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി കൂട്ടുകയാണ്. ഗൈസ് അപ്പോൾ നമുക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം. ഗൈസ് അപ്പോൾ ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. മല്ലിയില, പുതിനയില, അതുപോലെ കിസ്മിസ് നട്ട്സ്, പിന്നെ ഉള്ളി വറുത്തത്, ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ ഇടയിൽ റൈസ്, ചിക്കൻ അങ്ങനെയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാം മിക്സ് ചെയ്ത ശേഷം നെയ്യും മസാലയും ചേർത്ത് അടച്ചു വയ്ക്കുകയാണ് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മുടെ ബിരിയാണി ദമ്മിടാൻ വെച്ചിരിക്കുകയാണ്. ഒരു ദോശ തട്ടുമ്മയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് തീ സിമ്മിൽ ഇട്ടിട്ട് വെക്കാം. അപ്പൊ നമ്മുടെ ബിരിയാണി റെഡി. ഗൈസ് അപ്പൊ നമ്മുടെ ബിരിയാണിക്ക് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അമ്മയാണ് ഇതൊക്കെ സെറ്റാക്കി തന്നാണത്. അപ്പൊ എന്റെ കുക്കിംഗ് സ്കില്ലിനെ കുറിച്ചിട്ട് അമ്മയ്ക്ക് എന്താ എന്നോട് പറയാനുള്ളത്? എന്താ പറയാ, അമ്മയാണ് ഇതൊക്കെ റെഡി ആക്കിയാണത് കേട്ടോ.